എല്ലാവർക്കും ചിഞ്ചു വ്ളോഗ്സിലേക്ക് സ്വാഗതം. എൻ്റെ പേര് പ്രിയ. എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അടുക്കള വേസ്റ്റ് കൊണ്ട് എങ്ങനെയാണ് നമുക്ക് ഒരു കമ്പോസ്റ്റ് തയ്യാറാക്കാമെന്നാണ്. അത് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്നതാണ്. പിന്നെ നമ്മൾ അടുക്കളയിൽ നിന്ന് നമ്മൾ പച്ചക്കറിയുടെ വേസ്റ്റും പഴത്തൊലികളെല്ലാം നമ്മൾ സാധാരണ വലിച്ചെറിയുകയാണ് പതിവ്. എന്നാൽ നമുക്ക് യാതൊരു പൈസ ചിലവും ഇല്ലാതെ യാതൊരു ദുർഗന്ധവും ഇല്ലാതെ നമുക്ക് നല്ലൊരു ജൈവവളം, നമ്മുടെ ചെടികൾക്ക് നല്ല കരുത്തേകുന്ന ഒരു ജൈവവളം നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. നമ്മുടെ പരിസരം വൃത്തിയാകുന്നതിനോട് കൂടെ നമുക്ക് ഒരു ചെറിയ അടുക്കളത്തോട്ടവും നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഞാൻ എൻ്റെ രീതിയിലായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ മുഴുവനോട് കാണണം. പിന്നെ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ഇടാനും മറക്കരുത്. എന്നാൽ നമുക്കിനി വീഡിയോയിലോട്ട് പോകാം. നമുക്കിന്ന് അടുക്കള വേസ്റ്റ് കൊണ്ട് എങ്ങനെയാണ് ഒരു കമ്പോസ്റ്റ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അത് ഞാൻ എടുത്തിരിക്കുന്ന ഒരു മംഗലാണ്. നമ്മളതിന് യാതൊരു മണമോ ഒരു സ്മെല്ലില്ലാത്ത ഒരു അടുക്കള വേസ്റ്റ് കൊണ്ട് നമുക്ക് എങ്ങനെ ഒരു സ്മെല്ലും ഇല്ലാതെ കമ്പോസ്റ്റ് തയ്യാറാക്കാമെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഞാൻ എടുത്തിരിക്കുന്ന മംഗലം നിർബന്ധമില്ല, നമുക്ക് പെയിൻറ്റ് ബക്കറ്റ് ആയാലും എടുക്കാം. പെയിൻറ്റ് ബക്കറ്റ് ആകുമ്പോൾ നമ്മൾ അതിൻ്റെ അടിയിലൊക്കെ നമുക്ക് ചെറിയ ഓട്ട ഇട്ട് കൊടുക്കണം. ഇതാകുമ്പോൾ പിന്നെ അതൊന്നും വേണ്ട, അതുകൊണ്ടാണ് ഞാനിത് എടുത്തിരിക്കുന്നത്. പിന്നെ ഈ മംഗലം എന്ന് പറയുന്നത് ഇത് പഴയ മംഗലാട്ടോ. ഇതിൻ്റെ ഉള്ളിൽ കണ്ടോ, അത്യാവശ്യം നല്ല വലുപ്പമുണ്ട്, നമുക്ക് ഇടാൻ പറ്റും. അപ്പോൾ നമുക്ക് ആദ്യം എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിലോട്ട് ഞാൻ ആദ്യം കുറച്ച് മണ്ണാണ് കേട്ടോ ഇടുന്നത്. ഒത്തിരി ഒന്നും വേണ്ട, കുറച്ച് മണ്ണിടാം. നമുക്ക് ഈ മണ്ണിട്ടതിന് ശേഷം നമുക്കിതിലോട്ട് നമ്മുടെ പേപ്പറാട്ടോ വേണ്ടത്. അപ്പോൾ നമുക്ക് പേപ്പർ ഇട്ട് കൊടുക്കാം. പേപ്പർ ഞാനൊരു പേപ്പർ കവറിൻ്റെ കേട്ടോ കീറിയിരിക്കുന്നത്. ഈ മംഗലം തന്നെ ഉണ്ടല്ലോ, ഇത് എൻ്റെ ചേട്ടായി എന്ന് പറഞ്ഞ ഹസ്ബൻഡ് 10ാം ക്ലാസ്സിൽ പഠിച്ചപ്പോൾ എന്തിനോ വേണ്ടി ഇത് മേടിച്ചതാണ്. മേടിച്ചിവിടെ കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോൾ പിന്നെ ഇതൊന്നും ചെയ്തിട്ടില്ല. ഇത് എടുത്ത് റാക്കിൻ്റെ പുറത്ത് വെച്ചു. പിന്നെ അത് ഇന്നാണ് എടുക്കുന്നത്. അപ്പോൾ എനിക്കതൊരു ഉപകാരമായിട്ട് എനിക്ക് വീഡിയോ ചെയ്യാൻ മാത്രം അത് കിട്ടുകയും ചെയ്തു. എനിക്ക് നമ്മൾ പേപ്പർ ഇട്ടു. ഇനി നമുക്ക് ഇതിൻ്റെ പുറത്തോട്ട് കരികലയാട്ടോ വേണ്ടത്. കുറച്ച് കരികലയും കൂടെ ഇടാം കേട്ടോ. കുറച്ച് കരികലയും കൂടെ ഇടാം. എൻ്റെ ഒരു വീഡിയോയിൽ കമൻറ്റ് ഉണ്ടായിരുന്നു കുറച്ച് സ്പീഡിൽ പറയണം കേട്ടോ. ഞാൻ പരമാവധി ശ്രമിക്കുന്നുണ്ട് സ്പീഡിൽ പറയാൻ. ഞാൻ സ്പീഡിൽ പോയാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല, അതുകൊണ്ടാണ് കേട്ടോ. ഇതാണ്ട് ഇനി നമ്മളിതിലോട്ട് നമ്മുടെ അടുക്കള വേസ്റ്റ് നമുക്ക് വാരി വെതറുകയോ ഒന്നും ചെയ്യേണ്ട. ഇനി അത് അടുക്കള വേസ്റ്റൊക്കെ ഇടാൻ വേണ്ടി നമ്മളൊരു പ്രത്യേക സ്ഥലം ഒന്നും തയ്യാറാക്കുകയും വേണ്ട. അപ്പോൾ നമുക്കിനി അടുക്കള വേസ്റ്റ് വാരി വലിച്ചെറിയോ ഒന്നും ചെയ്യണ്ട. നമ്മൾ ഇതേപോലെ വെക്കുകയാണെങ്കിൽ നമുക്ക് ഇതിലേയും വലിച്ചെറിയാതെ, മഴക്കാലമൊക്കെ ആയിക്കഴിഞ്ഞാൽ മുറ്റത്തൂടെയൊക്കെ വലിച്ചെറിയുന്നുണ്ട്, ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമുക്കിതാകുമ്പോൾ ഒന്നും ചെയ്യണ്ട. നമ്മളിത് ഇനി കലത്തിലിട്ട് നമുക്കങ്ങ് വെച്ചാൽ മാത്രം മതി. 60 ദിവസം ആകുമ്പോഴത്തേക്ക് നമുക്ക് സൂപ്പറായിട്ടുള്ളൊരു നമ്മുടെ കമ്പോസ്റ്റ് തയ്യാറായി വരും. അതാണ്ട് ഞാനിത് നിങ്ങളെ വീഡിയോ എടുക്കാൻ വേണ്ടി കാണിക്കാൻ വേണ്ടിയിട്ടോ ഒരു 4-5 ദിവസത്തെ ഉള്ളിത്തൊലിയും പച്ചക്കറികളുടെ എല്ലാം വേസ്റ്റും പഴത്തൊലിയൊക്കെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞ് കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. നമുക്കിതിൻ്റെ പുറത്തോട്ട് കുറച്ച് മുട്ടത്തോടും പിന്നെ നമ്മൾ ചായയുടെ ചായമട്ടാട്ടോ. ഞാൻ ചായ തിളപ്പിച്ചപ്പോൾ എടുത്ത് വെച്ച ചായമട്ടാണ്. അതാണ്ട് നമുക്കിതിലോട്ട് നമ്മുടെ പച്ചില ഇടാം. പച്ചിലയ്ക്ക് പകരം ഞാൻ ഇട്ടിരിക്കുന്നത് നമ്മുടെ കപ്പളത്തിൻ്റെ ഇലയാട്ടോ. നമുക്ക് എന്തും വേണമെങ്കിൽ ഇടാം. ചീമക്കൊന്നയുടെ ഇല കിട്ടുകയാണെങ്കിൽ അത് സൂപ്പറാട്ടോ. അപ്പോൾ നമ്മുടെ എല്ലാവിധ ഇതുമായി വളങ്ങളെല്ലാമായി ഇതിലെല്ലാവിധ കമ്പോസ്റ്റ് എന്ന് പറയുമ്പോൾ തന്നെ നല്ല എല്ലാവിധ വളങ്ങളും ഉണ്ട്. നമ്മളിനി പൈസ കൊടുത്ത് പുറത്തുനിന്നൊന്നും മേടിക്കേണ്ട. ഇതാണ്ട് ഇതൊരു ആഴ്ച വരെ നമുക്കിങ്ങനെ 2-3 ദിവസം ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ. അതെടുത്ത് ആഴ്ചയിൽ 2 പ്രാവശ്യം ഇളക്കി കൊടുത്താൽ മാത്രം മതി. നമുക്കൊരു കുറച്ചും കൂടി മണ്ണ് ഇതിൻ്റെ പുറത്തോട്ടിടാം. ഇനി നമുക്കിതിലോട്ട് ചേർക്കേണ്ടത് നമുക്ക് തൈരോ അല്ലെങ്കിൽ 2 ദിവസത്തെ പഴയ കഞ്ഞിവെള്ളമോ അല്ലെങ്കിൽ തൈരോ അല്ലെങ്കിൽ നമുക്ക് ശർക്കര ഉരുക്കി ചേർക്കുകയും ചെയ്യാം കേട്ടോ. ഞാനിത് തൈര് എടുത്തിരിക്കുന്നത്, ഒത്തിരി ഒന്നും വേണ്ടത്, കുറച്ച് തൈര് മതി. ഇനി നമുക്കിതൊന്ന് അടച്ച് വെക്കാം. ഇതിന് പറ്റിയൊരു അടപ്പില്ല. ഞാൻ ഈ ഒരു പ്ലേറ്റ് കൊണ്ട് തന്നെ ഇതൊന്ന് അടച്ച് വെച്ചേക്കാം. നമുക്ക് നാളെ ഇത് ബാക്കിയുള്ളത് നമുക്ക് കിട്ടുന്ന വേസ്റ്റ് ഇടാം. ഇന്ന് നമ്മളിത് 2ാമത്തെ ദിവസത്തെ നമ്മുടെ വേസ്റ്റ് ഇടുകയാണേ. ഇതുണ്ട് ഉള്ളിത്തോലും. ഇതിപ്പോൾ ഒരു 4ാമത്തെ ദിവസമായിട്ട് ഒരു 4-5 ദിവസത്തോളമായി. ഇനി ഇതിലോട്ട് ഞാൻ ഇന്നത്തെ വേസ്റ്റും കൂടി ഇടുവാണേ. ഇന്നത്തെ വേസ്റ്റും കൂടി നമുക്കിട്ടു. ഇനി നമുക്കിതിലോട്ട് ഒരല്പം
നമുക്ക് കരിയിലയും കൂടെ ചേർക്കാം. അപ്പോൾ നമ്മളിപ്പോൾ ഏകദേശം ഒരാഴ്ചയുടെ അടുത്തായിട്ടോ നമ്മൾ ഇത് ഇങ്ങനെ കമ്പോസ്റ്റ് തയ്യാറാക്കാൻ വെച്ചിട്ട് നമ്മൾ കുറച്ച് കരിയിലയും കൂടെ ചേർത്തിട്ട് ഞാൻ ഉണ്ടാക്കുന്ന രീതി ഇങ്ങനെയാട്ടോ. എന്നിട്ട് കുറച്ച് കരിയിലയും കൂടെ ചേർത്തു, കുറച്ച് മണ്ണും കൂടെ ചേർത്തു. നമ്മുടെ കയ്യിൽ ആദ്യം ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കമ്പോസ്റ്റ് ഉണ്ടെങ്കിൽ അത് മതി. ഞാനത് ചെടിക്കെല്ലാം ഇട്ട് കഴിഞ്ഞിട്ടോ, അതുകൊണ്ടാണ് കാണിക്കാത്തത്. ഇനി നമുക്കിതൊന്ന് അടച്ചു വെക്കാം. നമുക്കിനി ഇതിൻ്റെ പുറത്തോട്ട് ഒരിച്ചിരി കരിയിലയും കൂടെ നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഇതല്ല, നമ്മുടെ കരിയിലയും കൂടി ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്ന് നമ്മൾ രണ്ട് ദിവസം കൂടുമ്പോൾ ഒന്ന് ഇളക്കുന്നത് ഏറ്റവും നല്ലതാട്ടോ. അന്ന് നിങ്ങളെ കാണിക്കാൻ പറ്റിയില്ല കേട്ടോ. നോക്കി, പിന്നെ ഞാനിത് നമുക്ക് ഏത് രീതി വേണമെങ്കിലും ചെയ്യാം. ഞാൻ കുറച്ച് ചാണകം കലക്കിയത, പച്ചച്ചാണകം, ഒത്തിരി ഒന്നും വേണ്ട, കുറച്ച് മതി. ഇനി നമുക്കിതൊന്ന് അടച്ച് വെക്കാം. ഒരു 60 ദിവസം കഴിഞ്ഞിട്ട് നമുക്കിത് എടുക്കാം. അപ്പോഴത്തേക്ക് നല്ല പൊടിയായിട്ടുള്ള നമ്മുടെ കമ്പോസ്റ്റ് തയ്യാറായിട്ടുണ്ടാവും. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യണം, മറക്കല്ലേ. ഇനി നമ്മളിത് ഒരു സ്മെല്ലുമില്ല, നിങ്ങൾ തുറന്ന് നോക്കി ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കുക. ഞാൻ ഇങ്ങനെയാട്ടോ ചെയ്യുന്നത്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കാണിച്ചത്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക. നമുക്കിനി വേറൊരു വീഡിയോയുമായി കാണുന്നിടം വരെ ഗുഡ് ബൈ.